മഴതോറും മുൻപിൽ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ കമലയെടുത്ത് വൈജ ചോദിക്കുന്നുണ്ട്, കമലയെടുത്ത് പറഞ്ഞത് സത്യമാണോ? മനു ആണെങ്കിൽ അലീനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കമല പറയാണ്, അതിന് കൂട്ടായി ഈ അച്ഛനും ബാക്കി എല്ലാവരും ഉണ്ട്. ഇപ്പം അവരെല്ലാം ഒന്നാ. പക്ഷേ ഞാൻ എന്ത് വന്നാലും സമ്മതിക്കത്തില്ല. അതിനുവേണ്ടി ഏതറ്റം വരെ പോവാനും ഞാൻ തയ്യാറാണെന്ന് പറയാണ് കമല. അപ്പം വൈജ പറയുന്നുണ്ട്, കമലട്ടത്ത് ഒരിക്കലും സമ്മതിക്കല്ലേ എന്ന് പറയാണ്. അപ്പം പറയുന്നുണ്ട്, വൈജ പേടിക്കണ്ട, അവളെ ഈ വീട്ടിലേക്ക് ഞാൻ കയറ്റത്തില്ല എന്ന് കമല പറയാണ്. എന്നും പറഞ്ഞുകൊണ്ട് കമല അങ്ങ് പോവുകയാണ്. ഡ്രസ്സൊക്കെ മാറാൻ പറഞ്ഞുകൊണ്ട് കമല അങ്ങ് പോവുകയാണ്. അപ്പോൾ വൈജ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം അലീനയും രോഹിത്തും ഫാദറിനെയൊക്കെ കണ്ട ശേഷം ഒരു കേക്കൊക്കെ വാങ്ങിച്ച് ഭയങ്കര സന്തോഷത്തോടെ വീട്ടിലേക്ക് ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ്. ബബിത സിറ്റ് ഔട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. കാരണം ബബിതയാണെങ്കിൽ ഭയങ്കര വിഷമത്തിലാണ്. വൈജയാണെങ്കിൽ ടാക്സി വിളിച്ച് പോയ ആ ഒരു വിഷമത്തിരിക്കുകയാണ്. അപ്പോഴാണ് രോഹിത്തും അലീനയും കൂടെ വന്നിറങ്ങുന്നത്. അപ്പം രണ്ടുപേരും, രോഹിത്ത് വളരെ സന്തോഷത്തോടെയാണ് വന്നിറങ്ങുന്നത്. കൂടെ അലീനയുണ്ട്. അപ്പോൾ ബബിത അങ്ങോട്ട് എണീച്ച് ചെല്ലുകയാണ്. അപ്പം എന്തായി കോളേജിലെ കാര്യം എന്ന് ചോദിക്കുകയാണ് ബബിത. അപ്പോൾ രോഹിത്ത് പറയാണ്, കോളേജിലെ കാര്യം എല്ലാം പ്രശ്നങ്ങളെല്ലാം സോൾവായി. എന്നെ ഡിസ്മിസ് മാറ്റി സസ്പെൻഷനാക്കി തന്നിട്ടുണ്ട്. 1 മാസം കഴിയുമ്പോൾ തിരിച്ച് കോളേജിൽ കയറാമെന്ന ഫാദർ എന്നോട് പറഞ്ഞത്. എന്തായാലും ആ കാര്യങ്ങളെല്ലാം ശരിയായെന്ന് രോഹിത്ത് പറയുകയാണ്. അതിനെല്ലാം കാരണം ഈ അലീന ചേച്ചിയാണ്. അലീന ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ എന്നെ തിരിച്ചവർ എടുക്കത്തില്ല എന്ന് പറയുകയാണ്. അപ്പോഴും ബബിതയുടെ മുഖം വല്ലാതിരിക്കുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താ ഇതൊന്നും കേട്ടിട്ട് ബബിതയുടെ മുഖമൊന്നും സന്തോഷമില്ലാത്ത? നിനക്ക് എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അലീന ചോദിക്കുകയാണ്. അപ്പം രോഹിത്ത് പറയാണ്, അത് ശരിയാണല്ലോ, നീ എന്താ ആകപ്പാടെ വല്ലാതിരിക്കുന്നതെന്ന് രോഹിത്തും ചോദിക്കുന്നുണ്ട്. അത് രോഹിയേട്ട, അമ്മ പോയെന്നോ? അമ്മ എങ്ങോട്ട് പോയി? അതൊന്നും എനിക്കറിയത്തില്ല. കൊല്ലപ്പള്ളിയിലേട്ടാണെന്നാണ് പറഞ്ഞത്. ബാഗും പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്ത് ഒരു ടാക്സി വിളിച്ചങ്ങ് പോയി. അപ്പം രോഹിത്ത് ചോദിക്കുകയാണ്, നീ അമ്മയെ പിടിച്ചു നിർത്താൻ എന്താന്ന് രോഹിത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ബബിത പറയാണ്, രോഹിയേട്ടനെ അറിയാലോ, അമ്മയെടുത്ത് ആരെങ്കിലും പറഞ്ഞാൽ അമ്മ കേൾക്കുമോ? അമ്മ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. ഞാൻ തന്നെ അറിഞ്ഞത് ഡ്രൈവർ വന്ന് അകത്ത് നിന്നപ്പം ഞാൻ ആരാന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ടാക്സി വിളിച്ച് അമ്മ പോകാൻ റെഡിയായി നിൽക്കുകയാണെന്നുള്ള കാര്യം. പിന്നെന്താ പറയാനാ? പിന്നെ കുറേ പറഞ്ഞു നോക്കി, പക്ഷെ അമ്മ ഒന്നും കേൾക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ അലീന ചോദിക്കുകയാണ്, എങ്ങോട്ടാണ് പോയത്? കൊല്ലപ്പള്ളിയിലേക്ക് പോകുന്നെന്നാണ് പറഞ്ഞത്. അതിന് ശേഷം വാടക വീട്ടിലേക്ക് മാറുമെന്നും പറഞ്ഞ് എന്തായാലും ഇപ്പം കൊല്ലപ്പള്ളിയിലേക്കാണ് പോയതെന്ന് പറയാണ്. ഈ സമയത്ത് രോഹിത്ത് ചോദിക്കുകയാണ്, അച്ഛൻ അറിഞ്ഞോ അമ്മ പോയ കാര്യം? അച്ഛനൊന്നും അറിഞ്ഞില്ല. അച്ഛൻ വന്നിട്ട് പോയാൽ പോരേന്ന് പറഞ്ഞപ്പം ഞാൻ എന്തിനാ അച്ഛനെ കാത്തു നിൽക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പോയി. കൃഷ്ണമോള് വന്നിട്ട് പോയാൽ പോരേന്നും ചോദിച്ചു. പക്ഷേ അമ്മയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അമ്മ പോകുമെന്ന് വാശി പിടിച്ച് നിന്ന കാര്യം ബബിതയാണെങ്കിൽ രോഹിത്തിനോട് അലീനയോട് പറയാണ്. അപ്പോൾ രോഹിത്ത് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ പെട്ടെന്ന് പോയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബബിത പറയാണ്, അമ്മയാണെങ്കിൽ പറയുന്നത് അലീന ചേച്ചി ഇവിടുന്ന് പോയാലേ അമ്മ ഇവിടെ നിൽക്കത്തുള്ളൂ. അലീന ചേച്ചിയായിട്ട് ഈ വീട്ടിലേക്ക് നിൽക്കത്തില്ല എന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. ആ പഴയ വാശി തന്നെ എന്ന് ബബിത പറയുകയാണ്. അപ്പോൾ രോഹിത്ത് പറയാണ്, ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ വിഷമത്തോടെ പറയുമ്പോൾ അലീന പറയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കെല്ലാവർക്കും കൊല്ലപ്പള്ളിയിലേക്ക് ചെന്നാലോ എന്ന് അലീന പറയുകയാണ്. അപ്പോൾ രോഹിത്ത് പറയാണ്, നമ്മളെല്ലാവരും കൂടെ കൊല്ലപ്പള്ളി ചെന്നിട്ട് എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുകയാണ്. അപ്പം ബബിതയും ചോദിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും കൂടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ? അമ്മയുടെ തീരുമാനം മാറുമോ എന്ന് ബബിത ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയാണ്, എന്തായാലും നമുക്കെല്ലാവർക്കും ചെന്ന് മേഡത്തെ വിളിച്ചു നോക്കാം. എങ്ങനെയൊക്കെ പറഞ്ഞാലും മക്കളെ വിട്ട് പിരിഞ്ഞിരിക്കുമ്പോൾ അമ്മയ്ക്കൊരു വിഷമം കാണുമല്ലോ. നിങ്ങൾ ചെന്ന് വിളിക്കുമ്പോൾ മിക്കവാറും മാഡം വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് അലീന പറയുകയാണ്. അപ്പോൾ രോഹിത്ത് പറയാണ്, എന്തായാലും നമുക്ക് പോയിട്ട് വരാം, വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. അമ്മ അങ്ങനെ ഞങ്ങൾ ചെന്ന് വിളിച്ചെന്നും പറഞ്ഞ് വരണമെന്നൊന്നും ഇല്ല എന്ന് രോഹിത്ത് പറയുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കി വരാമെന്ന് ബബിതയും പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ കൊല്ലപ്പള്ളിയിലേക്ക് പോകാനൊരുങ്ങുകയാണ്. ഈ സമയത്ത് കൊല്ലപ്പള്ളിയിലാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്തേക്ക് വൈജ വരികയാണ്. അപ്പം വന്ന് ഡോറ് തുറക്കുന്ന കാണുമ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ആഹാ വൈജ, നീ എപ്പം വന്ന് എന്ന് ചോദിക്കുകയാണ്. ഞാൻ കുറച്ച് നേരമായി, ഇപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുകയാണ്. കുഴപ്പമില്ല, കാലിന് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ലാതെ നടക്കാമെന്ന് പറയാണ്. നീ ഒറ്റയ്ക്കേ വന്നോളാം, മക്കളാരും വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. വൈജ പറയാണ്, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. അതെന്താ നീ ഒറ്റയ്ക്ക്? ഞാൻ അവിടുന്ന് പോരണമെന്ന് തോന്നി ഞാൻ പോയിരുന്നു എന്ന് പറയാണ്. നിന്നെ ഗംഗാധരനും ശിവശങ്കരനും എല്ലാവരും കൂടെ കൊണ്ടുപോയി അവിടെ ആക്കിയതില്ലേ, പിന്നെന്താ നീ ഒറ്റയ്ക്ക് പോരുന്നതെന്ന് ചോദിക്കുകയാണ്. എനിക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല അമ്മേ, എനിക്കവിടെ ഒരു പട്ടിയെ പോലെ കടക്കാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവിടെ നിൻ്റെ മക്കളും ഭർത്താവും ഒക്കെ അല്ലേ ഉള്ളത്, അപ്പോൾ നിനക്ക് അവിടെ നിന്നൂടെ എന്ന് ചോദിക്കുകയാണ്. ഇപ്പം അവിടുത്തെ ഭരണം ആ അലീനയാണ്, അവളുടെ അടിമയായിട്ട് എനിക്ക് അവിടെ കഴിയാനൊന്നും പറ്റത്തില്ല എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയാണ്, അലീനയെ എനിക്കറിയാവുന്നതല്ലേ, അവൾ ആരെയും ഭരിക്കാനൊന്നും വരത്തില്ല, അവളുടെ കാര്യം നോക്കിക്കോളും. നീ എന്തിനാ അവളുടെ നേരെ ചെല്ലുന്നത്? നീ നിൻ്റെ കാര്യം നോക്കി, നിൻ്റെ മക്കളുടെയും ഭർത്താവിൻ്റെയും കാര്യം നോക്കി നിനക്ക് അവിടെ കഴിഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈജ പറയാണ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അമ്മേ ബാലചന്ദ്രൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്
പെരുമാറുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും മുത്തശ്ശി പറയാണ്, നീ തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓഹോ, അമ്മ ഇപ്പം അങ്ങനെയാണോ എന്നോട് പറയുന്നതെന്ന് വൈജ ചോദിക്കുകയാണ്. പിന്നല്ലാതെ നീ ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുമോ? നിനക്ക് നിൻ്റേതായ തീരുമാനം, അത് തന്നെയാണ് നീ ഏറ്റവും വലിയ തെറ്റെന്ന് പറയുകയാണ്. അപ്പം വൈജ പറയാണ്, ഇപ്പം എല്ലാവരും അവളുടെ പക്ഷത്തായി, ഞാൻ മാത്രം ഒറ്റയ്ക്ക്. അവിടെ ചെന്നാലും എല്ലാവരും അവളുടെ പക്ഷത്ത്. എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവരും ഇപ്പം അവളുടെ പക്ഷത്ത്. നിൻ്റെ കയ്യിൽ തെറ്റുണ്ടായിട്ടല്ലേ എല്ലാവരും ഇങ്ങനെ നിന്നെ കുറ്റപ്പെടുത്തുന്നതെന്ന് മുത്തശ്ശി പറയുകയാണ്. നിനക്ക് ബാലചന്ദ്രനെ സ്നേഹിച്ച് മക്കളെ സ്നേഹിച്ച് അവിടെ കഴിഞ്ഞുകൂടെ? നീ എന്തിനെ ഇങ്ങനെ ആവശ്യമില്ലാത്ത പ്രശ്നവും അവരെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുകയാണ്. ഉടനെ വൈജ പറയാണ്, എന്നെ ഇഷ്ടമല്ലാത്തവർക്ക്, എന്നെ വേണ്ടാത്തവർക്ക് എനിക്കും വേണ്ട, അതാ വൈജയുടെ തീരുമാനം എന്ന് പറയാണ്. അതിലൊരു മാറ്റവും ഇല്ലെന്നും പറഞ്ഞ് വാശിയോടെ പറയാണ്. അപ്പോൾ മുത്തശ്ശി പറയാണ്, നീ എന്തൊക്കെ കാണിക്കുന്നത്, നിനക്ക് വല്ല ബോധ്യമുണ്ടോ? അപ്പോൾ വൈജ പറയാണ്, എനിക്ക് ആ പിഴച്ചു പറ്റ ആ നശൂല് ആ വീട്ടിൽ നിന്ന് പോകണം, എന്നാൽ മാത്രമേ ഞാൻ തിരിച്ച് ആ വീട്ടിലേക്ക് പോകത്തുള്ളൂ എന്ന് വൈജ പറയാണ്. അപ്പോൾ മുത്തശ്ശിക്ക് അത് കേൾക്കുമ്പോൾ ഒന്ന് വല്ലാതാവുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് വല്ല പിടിയുണ്ടോ? നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം വൈജ പറയാണ്, എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അവൾ ആ വീട്ടിൽ വന്നതിന് ശേഷമാണ് എൻ്റെ കുടുംബം നശിച്ചത്, എൻ്റെ വീട് ഈ ഒരു ഗതിയിലെത്തിയതെന്ന് വൈജ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, നിനക്ക് എല്ലാ നഷ്ടവും നിനക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, അത് ഓർമ്മ വേണമെന്ന് പറയാണ്. അപ്പോൾ വൈജ വാശിയോടെ പറയാണ്, വരുന്ന നഷ്ടങ്ങളൊക്കെ സഹിക്കാൻ ഞാൻ തയ്യാറാണ്, എന്നാലും അവൾ ആ വീട്ടിൽ നിന്ന് ഉള്ളിടത്തോളം കാലം ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു പോകത്തില്ല എന്ന് വൈജ വാശിയോടെ പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ മുത്തശ്ശിക്ക് ആകപ്പാടെ സങ്കടമാവുന്നുണ്ട്. സത്യങ്ങളെല്ലാം അറിയാവുന്നത് കൊണ്ട് തന്നെ മുത്തശ്ശിക്ക് ഒന്നും മിണ്ടാനും വയ്യ, വൈജയെ പിടിച്ചവിടെ നിർത്തി വെക്കാനും വയ്യ. ബാലചന്ദ്രൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ള കാര്യം മുത്തശ്ശിക്കും അറിയാം. അങ്ങനെ സങ്കടത്തോടെ മുത്തശ്ശി ഇരിക്കുകയാണ്. ഈ സമയത്ത് നെടുമ്പുരയ്ക്കിൽ നിന്ന് എല്ലാവരും കൊല്ലപ്പള്ളിയിലേക്ക് വരികയാണ്. അപ്പോൾ കൊല്ലപ്പള്ളി വരുമ്പോഴത്തേക്ക് കൊല്ലപ്പള്ളിയിലേക്ക് വരുന്ന അലീനയും കൃഷ്ണമോളെയൊക്കെ കണ്ട് മനു ഒന്ന് ഞെട്ടുന്നുണ്ട്. കൂടെ രഞ്ജുണ്ട്. അപ്പം മനു ചോദിക്കുന്നുണ്ട്, എന്താ രോഹിത്തെ എല്ലാവരും കൂടെ? അപ്പം അമ്മ ഇങ്ങോട്ട് വന്നെന്നറിഞ്ഞ് അമ്മയെ കണ്ടെന്ന് സംസാരിക്കാൻ വന്നയാ. അപ്പം മനു പറയാണ്, ഓ അതിന് വന്നയാണോ? പറ്റുമെങ്കിൽ തിരിച്ച് വിളിച്ചുകൊണ്ട് പോകണമെന്ന് രോഹിത്ത് പറയാണ്. അപ്പം മനു പറയാണ്, ആ കാര്യത്തിനാണ് നീ വന്നതെങ്കിൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല, നിനക്കറിയാലോ നിൻ്റെ അമ്മയുടെ വാശി. അപ്പോൾ അലീന പറയാണ്, എന്നാലും മനുവേട്ടാ മാഡത്തെ ഒന്ന് വിളിച്ചു നോക്കാം, ചിലപ്പം ഇവർ വിളിക്കുമ്പോൾ വന്നാലോ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ മനു പറയാണ്, എന്തായാലും പരിശ്രമിച്ച് നോക്ക്, പരിശ്രമം നടക്കട്ടെ, വരുമെന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ടാന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ഈ സമയത്ത് മനു ആണെങ്കിൽ ആൻറ്റിയെ വിളിക്കുകയാണ്. അപ്പം വൈജ മുറിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പം എല്ലാവരെയും കാണുന്ന വൈജ ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. അപ്പം നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് അലീനെ കാണുന്നുണ്ട്. അലീനെ കാണുമ്പോൾ വൈജയ്ക്ക് ദേഷ്യം ഇങ്ങ് വരികയാണ്. അപ്പോൾ അലീനെ അടുത്ത് വൈജ ചോദിക്കുന്നുണ്ട്, ഇവളെന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നതാണ് കൃഷ്ണമോളെന്ന് പറയാണ്. കുടുംബകാര്യത്തിൽ വേലക്കാരി ഇടപെടുത്താൻ തുടങ്ങിയോ? ഇവളെ നിർത്തിക്കൊണ്ട് എൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആരും സംസാരിക്കേണ്ട, എനിക്ക് താല്പര്യവും ഇല്ല. ഇവളിവിടുന്ന് പോവുകയാണെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളോട് സംസാരിക്കത്തുള്ളൂ എന്ന് വൈജ പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, ഞാൻ പുറത്ത് നിൽക്കാം കൃഷ്ണമോളെ, നിങ്ങൾ സംസാരിക്കുക എന്ന് പറയാണ്. അങ്ങനെ അലീന അങ്ങ് പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ വൈജ ചോദിക്കുകയാണ്, എന്തിനാ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം രോഹിത്ത് പറയാണ്, അമ്മ തിരിച്ചു വരണം, അമ്മ അങ്ങോട്ട് തന്നെ തിരിച്ചു വരണം, അമ്മ എന്തിനാ ഇങ്ങോട്ട് പോരുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈജ പറയുകയാണ്, ഞാൻ തിരിച്ചു വരാൻ വേണ്ടിയല്ല അവിടെ നിന്ന് ഇറങ്ങിയത്, എൻ്റെ ആവശ്യമില്ലല്ലോ, എന്നെക്കാക്കി നിങ്ങൾക്കൊക്കെ ആവശ്യം അവളല്ലേ, അവളവിടെ നിൽക്കട്ടെ, നിങ്ങൾക്കും അതല്ലേ സന്തോഷം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത്ത് പറയാണ്, ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ മാറി വരികയാണ്, എന്നെ തിരിച്ച് കോളേജിലേക്ക് എടുത്തിട്ടുണ്ട്, 1 മാസത്തെ സസ്പെൻഷൻ കഴിയുമ്പോൾ എനിക്ക് തിരിച്ച് കയറാം, ഈ ഒരു സമയത്ത് അമ്മയും കൂടെ വേണമെന്ന ആഗ്രഹം, അമ്മ തിരിച്ചു വരണമെന്ന് പറയാണ്. അപ്പോൾ വൈജ പറയാണ്, ഞാൻ വരത്തില്ല. അപ്പോൾ ബബിതയും കൃഷ്ണമോളും ഒക്കെ പറയുന്നുണ്ട്, അമ്മ തിരിച്ചു വരണം എന്ന് പറയുന്നുണ്ട്. വരത്തില്ല, ഇനി ഒരു പക്ഷേ ഞാൻ തിരിച്ചു വരണമെങ്കിൽ എൻ്റെ ഡിമാൻഡ് അംഗീകരിക്കണമെന്ന് പറയാണ്. അപ്പോൾ ഉടനെ രോഹിത്തൊക്കെയാണ്, അമ്മയുടെ ഡിമാൻഡ് എന്താ എന്ന് ചോദിക്കുകയാണ്. ബാലചന്ദ്രൻ ഇവിടെ വന്ന് എന്നോട് ക്ഷമ പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടു പോകണം, അതുമാത്രമല്ല അതിനു മുമ്പ് ആ നശൂലമായ അലീനെ അവിടെ നിന്ന് ഇറക്കി വിടണം, അതിന് ശേഷം ഇവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് മനു പറയാണ്, നടന്നത് തന്നെ, ഉടനെ നടക്കും, അത് ആൻറ്റി വിചാരിക്കുകയേ വേണ്ട എന്ന് പറയാണ്. അലീനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ഇവിടെ വന്ന് ആൻറ്റിയെ കൂട്ടിക്കൊണ്ടു പോകാൻ നടക്കത്തില്ല ആൻറ്റി, അങ്കിളിനെ ആൻറ്റിക്ക് വ്യക്തമായി അറിഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോളും പറയുന്നുണ്ട്, അതൊരിക്കലും നടക്കത്തില്ല, അച്ഛൻ ഇവിടെ വന്ന് അമ്മയെ കൂട്ടിക്കൊണ്ട് പോകും, അത് നടക്കത്തില്ല, മാത്രവുമല്ല അലീന ചേച്ചിയെ അവിടുന്ന് പറഞ്ഞു വിടത്തൂല അച്ഛൻ, അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് അമ്മ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈജ പറയാണ്, എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ന് പറയുകയാണ്. അപ്പം മനു പറയാണ്, നിങ്ങൾ വെറുതെ നിന്ന് സമയം കളയണ്ട, നിങ്ങൾ പോകാൻ നോക്ക്, ആൻറ്റി ഇവിടുന്ന് വരുന്നില്ലെന്നല്ലേ പറഞ്ഞത്, നിങ്ങളെ വിളിച്ചാലൊന്നും ആൻറ്റി വരത്തില്ല, ആൻറ്റിയുടെ വാശി തന്നെ ജയിക്കട്ടെ എന്ന് മനു പറയുകയാണ്. ഇതൊക്കെയാണെങ്കിൽ വൈജയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല.